Mapak, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വാർദ്ധക്യത്തിൽ എഴുത്തിനെ കൈത്താങ്ങാക്കിയ TR ശാരദയെ പരിചയപ്പെടാം. 80 വയസ്സ് കഴിഞ്ഞ ശാരദയ്ക്ക് വാർദ്ധക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും ഓർമ്മകളെ നഷ്ടമാക്കാതിരിക്കാനുള്ള ഒരു കുറുക്കുവഴി കൂടിയാണ് കവിതയെഴുത്ത്. മതയെപ്പോലെയനമാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടങ്ങളിലൊന്നായതിനെയും അഴകിപ്പുലക്കള്ളി ഓമനിച്ചു. എൻ്റെ പേര് TR ശാരദ. വടക്കൻ പറവൂര് കുരിയാപ്പള്ളി എന്നൊരു ഗ്രാമത്തിലാണ് ജനിച്ചത്. UC കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെ നിന്ന് ശ്രീജയം കോർട്ടിൽ പോയി അവിടുത്തെ സീനിയർ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വെറുതെ ഇരുന്നപ്പോൾ ഓരോന്നൊക്കെ കുത്തിക്കുറിച്ച് അങ്ങനെ ഒരു ചെറിയ പുസ്തകം എഴുതി. കാലടി സ്വദേശി പരേതനായ R ചന്ദ്രശേഖരൻ നായരുടെ ഭാര്യയാണ് ശാരദ. മലയാളം അധ്യാപകനും നല്ലൊരു പ്രാസംഗികനും സാഹിത്യകാരനുമൊക്കെയായിരുന്ന ഭർത്താവ് ചന്ദ്രശേഖരന്റെ പ്രോത്സാഹനമാണ് കഥയും കവിതകളുമെല്ലാം എഴുതിക്കൂട്ടാൻ കാരണമായത്. എഴുത്തുകളിൽ കുറെയെല്ലാം ചേർത്ത് പൂവും മൊട്ടും എന്നൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ കവിതകളൊന്നും ഞാൻ എഴുതാറില്ലായിരുന്നു. ഞാനൊന്നോ രണ്ടോ ഒക്കെ കുത്തിക്കുറിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ എഴുതിക്കോ, ഞാൻ അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കവിതകളും കഥകളും ഒക്കെ ചെറിയ ഒരു മാസികയിൽ വന്നിരുന്നു, പ്രസിദ്ധീകരിച്ചു വന്നു. അങ്ങനെ എന്നപ്പോഴാണ് ഒരു പുസ്തകം അടിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു ചെറിയ ബുക്ക്, അതാണ് പൂവും മൊട്ടും. വാർദ്ധക്യത്തിന്റെ വിരസതയകറ്റാനാണ് ശാരദ ആദ്യം എഴുതി തുടങ്ങിയത്. തന്റെ കുടുംബവിശേഷങ്ങളും ബാല്യകാല സ്മരണകളുമെല്ലാം കവിതകളായും കഥകളായും രൂപമെടുത്തു. ബാല്യസ്മൃതി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചരിത്രങ്ങൾ ഓരോരുത്തരുടെ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മരണകൾ, കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പിന്നെ സ്മരണകൾ, വീട്ടിൽ വന്നതൊക്കെ ആയിട്ട്. പാരമ്പര്യമായി കവിതയും കഥയുമെല്ലാം എഴുതുന്ന കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതുമെല്ലാം. മൂത്ത സഹോദരിയായ TR വിമല അറിയപ്പെടുന്ന കവയത്രിയാണ്. മറ്റൊരു സഹോദരിയായ തങ്കം നല്ലൊരു പ്രാസംഗികയായിരുന്നു. എൻ്റെ മൂത്ത ചേച്ചി ഒരു കവിതകളൊക്കെ എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. നല്ലതായിട്ട് കവിതയൊക്കെ എഴുതും. അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരി ഈ ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ അങ്ങ് വായിക്കാൻ തുടങ്ങി. അത് വായിച്ച് ഒരു കരയായി, തനിയെ ഒരു കവയിത്രിയായി. കവിതകളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇനി അതാരെയാ കറക്റ്റ് ചെയ്യാൻ ഏൽപ്പിക്കണ്ടേ എന്നാലോചിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയിൽ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കവിതയൊക്കെ വളരെ നന്നായിട്ടുണ്ട്, നല്ല ഭാവിയുണ്ട്, എഴുതിക്കോളൂ, വലിയ കറക്ഷനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയായിട്ട് നല്ല പരിചയമായി. അങ്ങനെ ചേച്ചിക്ക് ആ പുള്ളിയോടൊരു സ്നേഹം, പ്രേമമെന്ന് പറയാം, അങ്ങനെയായി. അത് പുള്ളിയോട് പറയണില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. തൻ്റെ മൂത്ത സഹോദരിയായ വിമലയ്ക്ക് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാനായ കവിയോടുണ്ടായിരുന്ന ഇഷ്ടവും സൗഹൃദവും കുഞ്ഞായിരുന്ന തന്നെ ചങ്ങമ്പുഴ മടിയിലിരുത്തി വാത്സല്യത്തോടെ പെരുമാറിയിരുന്നതുമെല്ലാം TR ശാരദ ഓർത്തെടുക്കുകയാണ്. ഞാൻ ചെറുതായിരുന്നല്ലോ, അപ്പം എനിക്കൊരതിശയം, ഞാൻ അവിടെ നിന്ന് ദൂരെ നോക്കിയപ്പോൾ എന്നെ കൈയാട്ടി വിളിച്ചു. അദ്ദേഹം ചേർത്ത് പിടിച്ചു എന്നെ. എന്നിട്ട് മിഠായിയും ഓറഞ്ചും ഒക്കെ കൊണ്ടുവന്നതൊക്കെ തന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ ഓറഞ്ചും മിഠായിയൊക്കെ കൊണ്ടുവരും. ഭർത്താവിന്റെ അടുത്ത സുഹൃത്തായിരുന്ന കുഞ്ഞുണ്ണി മാഷിനും കുടുംബവുമായി അടുത്ത സ്നേഹബന്ധമായിരുന്നു. ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ വന്നപ്പോൾ സമ്മാനമായി തന്ന ഊന്നുവടിയാണ് ഇപ്പോൾ ശാരദാമ്മയും പിടിച്ചു നടക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ വടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ എൻ്റെ ഹസ്ബൻഡ് R ചന്ദ്രശേഖരൻ നായർക്ക് സമ്മാനിച്ചു. അപ്പോൾ ഇത് ഉപകരിക്കും എന്തിനെങ്കിലും എന്ന് പറഞ്ഞ് കൊടുത്തു. അദ്ദേഹം പല സ്ഥലത്തുമൊക്കെ പര്യടനമൊക്കെ നടത്തിയിട്ട് വന്ന വരവിലാണ് ഈ വടി കൊടുത്തത്. അതിപ്പോൾ വലിയ കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ
3 മക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൻ സലീം അഭിഭാഷകനാണ്. രണ്ടാമത്തെ മകനായ അനഘനും ഭാര്യ ശുഭയും ആയുർവേദ ഡോക്ടർമാരാണ്. ഇവരാണ് അമ്മയ്ക്കൊപ്പമുള്ളത്. മകൾ മീരയും മരുമകൾ ശുഭയുമാണ് അമ്മയുടെ കവിതകളും കഥകളുമെല്ലാം പകർത്തി എഴുതി കൊടുക്കുന്നത്. അമ്മ എഴുതാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് യാതൊരു മടിയില്ലാതെ ധാരാളമായിട്ട് എഴുതാനുള്ളൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് സമയമെടുത്തിട്ടും അത് എഴുതുക എന്നുള്ളത് അമ്മയുടെ ഒരു ശൈലി വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ പ്രായത്തിൽ തീരെ വയ്യെങ്കിലും എണീറ്റ് നടക്കാൻ വയ്യെങ്കിലും അപ്പം ഇങ്ങനെ ഒറ്റയ്ക്കിരിപ്പാണല്ലോ. ഇവിടെ മിക്കവാറും അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം പ്രായമാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓർമ്മക്കുറവും അൽഷിമേഴ്സിൻ്റെ പോലെ ഇപ്പം അമ്മയുടെ ചേച്ചിക്ക് ഇങ്ങനെ ഓർമ്മക്കുറവിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു അമ്മയോട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലുള്ളതൊക്കെ ഇങ്ങനെ എഴുതിയാൽ നല്ലതാണെന്ന്. അപ്പം അമ്മ അതൊരു നമ്മൾ സാധാരണ പോലെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും അമ്മ അത് സീരിയസ് ആയിട്ട് എടുത്ത് അപ്പോൾ നമ്മൾ ആ പഴയ ഡയറികളും നോട്ട് ബുക്കുകളൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ പേനയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിരന്തരമായിട്ട് അങ്ങനെ എഴുതണം. ഒരു വിശ്രമം ഇല്ലാതെ ഒരു കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പകർത്തി എഴുതി കൊടുത്താലേ അമ്മയ്ക്ക് സമാധാനമേ ഉള്ളൂ. അമ്മയുടെ കഴിവ് കാണുമ്പോൾ എനിക്ക് കുറച്ച് അസൂയുണ്ട്. എനിക്ക് എങ്ങനെയൊക്കെ ആയാലും അമ്മ ജോലിയിൽ ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് അന്ന് സമയം കിട്ടിയില്ലല്ലോ ഇതൊന്നും ചെയ്യാനായിട്ടും. ഒത്തിരി വായിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പണ്ട് കൊച്ചിലെ അമ്മ നോവലുകൾ വായിപ്പിക്കും, മുത്തശ്ശി അമ്മയെക്കൊണ്ട് നോവലുകൾ വായിപ്പിക്കും. അങ്ങനെ വായന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ കഴിവുകൾ കിട്ടുമല്ലോ. പറഞ്ഞ പോലെ അമ്മ ഈ ഒരു പ്രായത്തിലാണെങ്കിലും എഴുതാൻ കാണിക്കുന്ന ഒരു ഇതിനോട് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം അതിശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മ വളരെ കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ട് ഞങ്ങളോട് അതൊന്ന് റീറൈറ്റ് ചെയ്തു തരാനും അമ്മ പറയാറുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നത് വരെ അമ്മ ഇങ്ങനെ പറയും. അത് ശരിക്കും നമുക്കും ആ ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് അമ്മ തരുന്നത്. നമ്മളും പലപ്പോഴും ഇത് ജോലി തിരക്കുകൾക്കിടയിലും ഒക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിലും ഞാനും മീരയും പലപ്പോഴും അത് എഴുതി കൊടുക്കാനും റീറൈറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമ്മളത് ചെയ്യുന്നതിനൊരു പ്രധാന കാരണം ഈ പ്രായത്തിലും അമ്മ എഴുതാൻ കാണിക്കുന്ന ഒരു സ്പിരിറ്റ് ഞങ്ങളും കൂടെ ഏറ്റെടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 80കളിലും അത്യുത്സാഹത്തിലാണ് TR ശാരദ എന്ന ഈ അമ്മ. വാർദ്ധക്യത്തിന്റെ വിരസതയകറ്റാനും ഓർമ്മകൾ നഷ്ടമാവാതിരിക്കാനും അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചുള്ള ഈ യാത്ര മറ്റുള്ളവർക്കു കൂടി പ്രചോദനമാകട്ടെ. ബാലഭാവത്തിൽ മേവും തൃക്കാലടിയപ്പ കണ്ണ നിന്റെ ചേലൊത്ത തൂമുഖം ഞാനൊന്നു ചുംബിച്ചോട്ടെ. ആ തിരുമുടിക്കെട്ടിൽ ഞാനീ മയിൽപ്പീലിയൊന്നു ചൂടിച്ചോട്ടെ. തിരുനെറ്റിയിൽ ഈ ചന്ദനക്കുറിയൊന്നു ചാർത്തിച്ചോട്ടെ. പനിനീർപ്പൂവിനെ വെല്ലും കുഞ്ഞിത്രിക്കൈകളിൽ ഞാനീ തൂവണ്ണയൊന്ന് അർപ്പിച്ചോട്ടെ. തിരുമാറുതെല്ലും നോവാതെ ഞാനീ തുളസീമാതയൊന്നു ചാർത്തിച്ചോട്ടെ. അവിടത്തെ കുഞ്ഞരക്കെട്ടിൽ ഈ മഞ്ഞപ്പട്ടാടയൊന്നു ചുറ്റിച്ചോട്ടെ. അവിടത്തെ തൃപ്പാദങ്ങൾ രണ്ടും ഞാനെൻ സ്നേഹക്കണ്ണീരിനാൽ ഒന്ന് കഴുകിച്ചോട്ടെ. ആ തൃക്ഷേവടികളിൽ എൻ്റെ മനസ്സിൽ വിരിഞ്ഞ സ്നേഹപ്പൂക്കൾ ഞാൻ അർപ്പിച്ചോട്ടെ.